ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബന്ധങ്ങളാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. ആ കുട്ടി ചെറുപ്പത്തിലേ കണ്ട് വളരുന്ന ഫസ്റ്റ് റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ഇഷ്ടവും അതുപോലെ തന്നെ ആ സന്തോഷവും ഒക്കെ ആ കുട്ടിയുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദി സെയിം ടൈം ഇതേ പാരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഈവൻ ഇഫ് ദേ തിങ്ക് കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്, പക്ഷെ നമ്മൾ പോലും അറിയാതെ അവിടെ ഒരു ടെൻഷൻ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള അടി മാത്രം ആവണമെന്നൊന്നുമില്ല. ആ വീട്ടിലെ കോൾഡ് വൈബ്സും അതുപോലെ സൈലൻസും ഒക്കെ ആ കുട്ടിയെ ബാധിക്കുന്നുണ്ടായിരിക്കും. സൈക്കോളജി തിയറി പ്രകാരം ഒരു കുട്ടി ജനിച്ച് വീഴുന്ന ടൈമിൽ ആ കുട്ടിക്ക് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ബോധം രൂപപ്പെടുന്ന സമയമാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി കുട്ടികൾക്ക് നേരിട്ട് ലീഡ് ചെയ്യുന്നത് മിസ്ട്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ഈ അച്ഛനും അമ്മയും വഴക്കിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ട്രസ്റ്റേക്കാളും കൂടുതൽ മിസ്ട്രസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ കുട്ടിക്ക് എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആങ്സൈറ്റിയും അതുപോലെ സാഡ്നെസ്സും ആംഗ്രി പോലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ആ കുട്ടി കാണിക്കാനും, ആ കുട്ടി പഠനത്തിൽ പിന്നോക്കം ആവാനും, അതുപോലെ തന്നെ ആ കുട്ടിക്ക് സോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആ കുട്ടി ബാക്കോട്ടേക്ക് ആവാനും, അതുപോലെ തന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടി മോശപ്പെട്ട പെരുമാറ്റങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മുടെ കുട്ടികൾ ഇത്രയൊക്കെ ഫേസ് ചെയ്തിട്ടും പല പാരൻസും ചിന്തിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ കുട്ടികൾ ഒന്നെങ്കിൽ അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ട്രോമ കുട്ടികൾക്ക് ഏതൊരു ഏജ് ആണെങ്കിലും ഫ്യൂച്ചറിൽ ഏത് ഏജ് ആണെങ്കിലും അത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ കുട്ടികൾ ഒരു ഫാൻറ്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും, ഇമാജിൻ ചെയ്യുകയും മറ്റ് പാരൻസിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ വെച്ച് അവരത് കമ്പയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, ഇതിനെക്കുറിച്ച് കൺസേൺ ആവാമെന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ കുട്ടികൾ റിയലി സ്ട്രഗ്ലിങ്ങിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുതെന്നുള്ളതാണ്. അതൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണെങ്കിലും കൗൺസിലറിൻ്റെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇത് ലീഡ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടൊരു കുട്ടിയാണെങ്കിൽ പോലും നമുക്ക് ആ കുട്ടിയെ ഹാപ്പി കിഡായിട്ട് നർച്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയറും അതുപോലെ തന്നെ ലവ്, അണ്ടർസ്റ്റാൻഡിങ്, പ്രോ ആക്റ്റീവ് അപ്രോച്ചൊക്കെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ വലിയ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും ലവ്ഡ് ആയിട്ടും ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അവരാണ് നമ്മളുടെ ഭാവി, അവരുടെ സന്തോഷമാണ് നമ്മുടെ ഉത്തരവാദിത്തം.